പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിൽക്കുന്നത് കണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യേശു ആത്മീകമായിട്ടുള്ള ബന്ധത്തിനാണ് വില കൽപ്പിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവർ ദൈവത്തിൻ്റെ സഹോദരങ്ങളും അമ്മയും ഒക്കെ ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുന്നു. കാരണം ദൈവ ഇഷ്ടം അറിഞ്ഞ് അനുസരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കുന്നു. എന്നിൽ നിന്നും ഇപ്പോൾ ഇന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിന് സന്തോഷമാകുന്നു. ദൈവം ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മയായിട്ടുള്ളതാണെങ്കിൽ അത് അനുവദിച്ചു തരും. അത് നൽകി നമ്മളെ സന്തോഷിപ്പിക്കും. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് വചനം വായിക്കാം, ധ്യാനിക്കാം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. എത്ര ദുഃഖങ്ങൾ കയറി വന്നാലും ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ആ ബോധ്യം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നൽകും. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദൈവമിഷ്ടം നിറവേറ്റുന്നവരാകാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.